ഇപ്പൊ സമയം 10:45 ഞങ്ങള് ചെറിയൊരു നൈറ്റ് റൈഡിന് ഇറങ്ങിയിരിക്കുവാണ്. നൈറ്റ് റൈഡ് എന്ന് പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്ന ജ്യൂസ് കുടിയാണ്. എന്റെ ഹസ്സുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു സ്പോട്ടുണ്ട് കേട്ടോ ജ്യൂസ് കുടിക്കുന്ന. ശ്രീകണ്ഠേശ്വരത്തെ ഒരു ഷോപ്പാണ്. ഒട്ടുമിക്ക എല്ലാ പേർക്കും അറിയായിരിക്കും. അതാണ്, ഒട്ടുമിക്ക എല്ലാ പേർക്കും അറിയായിരിക്കും കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും ആ ഷോപ്പ്. എന്തായാലും ആ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ 10:45 കഴിഞ്ഞിട്ടുണ്ട്. 11 മണി വരെ അല്ലേ? ആ, തീരുമ്പോഴേക്കും എന്റെ വയറൊരു വഴിയാണ്. ശ്രീകണ്ഠേശ്വരം അമ്പലം. ഇതാണ് എൻ്റെ ലിബുക്കുട്ടനെ ഞാൻ പ്രസവിച്ച ഹോസ്പിറ്റൽ, തൈക്കാട് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ. ഇതുവഴിയും എൻട്രൻസ് ഉണ്ട്. ഇവിടെ റോഡിന് ഒരുപാട് ചേഞ്ചസ് വന്നല്ലേ? ഒരുപാട് മാറ്റം വന്നു. ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. എന്തോ? ആ യെസ്, നല്ല റിസോർട്ടാണ്. ഇതാണ് ഞങ്ങളുടെ വേറൊരു സ്പോട്ട് ജ്യൂസിന്റെ. ഇത് കറക്റ്റ് സ്ഥലം പറയുവാണെങ്കിൽ തൈക്കാട്. നമ്മൾ പോയ ശ്രീകണ്ഠേശ്വരത്തെ ആ ഒരു ജ്യൂസ് ഷോപ്പില്ലേ, അവിടുത്തെ ക്വാണ്ടിറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏത് ടൈം ആയിക്കോട്ടെ, രാവിലെ ഫുഡ് കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ മുടക്കിയിട്ട് നമ്മൾ ചെന്ന് ഒരേ ഒരു ഗ്ലാസ് ജ്യൂസ് പറഞ്ഞാൽ മതി കേട്ടോ. 10 പേർക്ക് ഒരുമിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ജ്യൂസ് ഒരു ഗ്ലാസ് കിട്ടുന്നത്. ഇപ്പം തന്നെ ആ ഫ്രൂട്ട് സർബത്ത് കുടിച്ചിട്ട് എനിക്ക് തലയ്ക്ക് പിടിച്ചിരിക്കുവാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കുടിക്കാനായിട്ട് ഞാൻ പാടുപെട്ടു. ഹസ്ബൻഡ് ഷമാമ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് കുടിപ്പിച്ചേനെ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ. ടേസ്റ്റും അത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന കാര്യം മാത്രമല്ല, ടേസ്റ്റ് സൂപ്പറാണ്. നല്ല ഭാഗ്യം മഴയില്ലാത്തല്ലേ. അയ്യോ, 2 ദിവസം കൊണ്ടല്ലേ മഴയൊന്ന് മാറി നിൽക്കുന്നത്. ഇന്നലെ ചെറിയൊരു ചാറ്റ് മഴ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇന്നിപ്പോൾ ഫുള്ളായിട്ട് മഴയൊക്കെ മാറി നിൽപ്പുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാനൊരു അവസരം കിട്ടിയത്. ഈ ബിൽഡിംഗ് ആണ് ഇപ്പോഴത്തെ പാളയം കണ്ണിമറ മാർക്കറ്റിന് പകരമായിട്ട് കൊടുത്തേക്കുന്ന ഒരു കെട്ടിടം. ഞങ്ങളങ്ങനെ വീടെത്തി. അമ്മയെ വിളിക്കാൻ കേട്ടോ. ലിബുക്കുട്ടൻ ഉറങ്ങിയുണ്ടോ അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ സമയം 11:15 ലിബുക്കുട്ടൻ എന്തായാലും ഉറങ്ങി. ഞങ്ങളും ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.